9 വയസ്സുകാരിയെ നേരത്തെ പോലീസ് കണ്ടെത്തിയെന്ന് പറയുന്ന കാർ ഇടിച്ച് തെറിപ്പിച്ച് കോമ അവസ്ഥയിലായി പോയ ആ കുഞ്ഞിന്റെ പക്കൽ നിന്ന് ആ കുഞ്ഞിന്റെ അമ്മയോടൊപ്പം ഷിത ജഗത്ത് ചേരുന്നുണ്ട്. ഷിത, കുടുംബത്തിനെ സംബന്ധിച്ച് ഈ ചികിത്സാ കാര്യത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മളത് വാർത്തയാക്കിയതാണ്, ലോകം അത് കണ്ടതാണ്. ഇപ്പോൾ ഇൻഷുറൻസിന്റെ കാര്യത്തിലൊക്കെ ഈ വാഹനം കിട്ടുന്നതോടുകൂടി ഒരു ആശ്വാസമായിരിക്കും അല്ലേ അമ്മയ്ക്ക്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അവർ അന്ന് തന്നെ പറഞ്ഞത് അതാണ്, കുഞ്ഞിനെ ഈ ഒരു അവസ്ഥയിലാക്കി കടന്നു കളഞ്ഞത് ആരാണ് എന്ന് കണ്ടെത്തണം. ഇൻഷുറൻസ് പോലും ലഭിക്കാതെ ചികിത്സയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 9 മാസമായി ചികിത്സയിൽ തുടരുക എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം ആശുപത്രി വാസം എത്രത്തോളമായിരിക്കും. എനിക്ക് അമ്മ ദൃശാനയുടെ അമ്മ സ്മിതയാണ് എനിക്കൊപ്പം ഉള്ളത്. അന്ന് ഞങ്ങൾ വന്ന സമയത്ത് അമ്മ വലിയ വിഷമത്തിൽ വലിയ കരഞ്ഞുകൊണ്ടായിരുന്നു നമ്മളോട് സംസാരിച്ചിരുന്നത്. ഇപ്പോൾ സന്തോഷമായില്ലെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ സമാധാനമായിട്ടുണ്ട്. സന്തോഷം എന്ന് പറയാനാവില്ല. സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ അന്ന് നഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് സന്തോഷം എന്ന് പറയാം. എന്നാലും നീതി കിട്ടി എന്നുള്ളൊരു സമാധാനമുണ്ട്. എന്നാലും എൻ്റെ മോൾക്ക് ഇത്രയും അനുഭവിച്ചതിന് ഒരു നീതി കിട്ടിയല്ലോ. അതുകൊണ്ട് ചാനലിലെല്ലാം വന്നുകൊണ്ടാണ് അതെന്തായാലും ഇങ്ങനെ ആയത്. ചാനലിൽ കൊടുത്തിട്ടില്ല നമുക്ക് ഒരിക്കലും ഈ കാറ് കണ്ടെത്താനൊന്നും പോലീസുകാരോ ഒന്നും ഇതാവില്ല. അപ്പോൾ ചാനൽ കൊടുത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് കിട്ടിയത്. എല്ലാം ഒരിക്കലും കിട്ടൂല. നമ്മൾ സാധാരണക്കാർ ഇങ്ങനെ അപകടം പറ്റി എത്രയോ ആൾ നമ്മളോട് പറഞ്ഞ് നമ്മളെ അപകടം പറ്റി 2-3 കൊല്ലമായിട്ട് നമ്മളൊരു കേസും തെളിഞ്ഞിട്ടില്ല. അതുപോലെ ഇതാണ്. പക്ഷേ എന്തോന്നറിയില്ല, ദൈവത്തിൻ്റെ ഇതുകൊണ്ട് പ്രാർത്ഥന കൊണ്ടാണ് നമുക്ക് ഇത് നീതി കിട്ടിയത്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. പക്ഷെ മോളെ അനിയുള്ള ചികിത്സകൾ ഇൻഷുറിൽ കൂടി നടത്താമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇനി അങ്ങോട്ടുള്ള ചികിത്സ ഭയങ്കരമാണ്. ഇനി വീട്ടിൽ പോയാലും മോളെ കാര്യങ്ങൾക്കെല്ലാം വലിയ പൈസ ചിലവാക്കണം. അപ്പോൾ തിങ്കളാഴ്ച ഡിസ്ചാർജ് ആണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിങ്കളാഴ്ച നമ്മൾ വീട്ടിലേക്ക് തിങ്കളാഴ്ച പോകാമെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച പോകാൻ നമ്മൾ അങ്ങോട്ട് പറഞ്ഞതാണ്. ഡോക്ടർമാർ ഇങ്ങോട്ട് പറഞ്ഞില്ല, പക്ഷെ നമ്മളങ്ങോട്ട് കുറേ ആയില്ല ഇവിടെ കിടക്കുന്നത്. അപ്പോൾ വീട്ടിൽ പോയാൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആവുന്ന ഡോക്ടർമാർ അന്നേ പറഞ്ഞിനി. വീട്ടിൽ പോയിട്ട് പാട്ട് വെച്ചിട്ടും ഒച്ചപ്പാടാക്കിയിട്ടും ഓളെങ്ങനെ ഏത് സമയം വർത്താനം പറഞ്ഞ് ഇതാക്കിയിട്ട് ഇവിടുന്നാകുമ്പോൾ ഇത് കിട്ടൂല, ആസ്പത്രിയിൽ നിന്നാകുമ്പോൾ. അപ്പോൾ വീട്ടിൽ പോയി നോക്കിയിട്ട് എന്നിട്ട് ഇവിടെ വന്ന് തെറാപ്പിക്ക് വരാതെല്ലാം പറഞ്ഞു, കുറച്ചൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട്. അപ്പം ന്യൂറോയിലെ ഡോക്ടർ നോക്കി ഇവളെ CT സ്കാൻ ചെയ്ത് അതിൽ നീർക്കെട്ടുണ്ട്, അതും ഇനിയും അങ്ങനെ സാവധാനത്തിലേ മാറൂ. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കാണിക്കാൻ അവരും പറഞ്ഞത്. അതുകൊണ്ട് വീട്ടിൽ പോകുന്നതിന് കുഴപ്പമില്ല എന്നും പറഞ്ഞു. അമ്മ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ വാർത്ത കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്ന പോലീസുകാരുടെ അന്വേഷണം അവസാനിപ്പിച്ചു. പക്ഷേ പിന്നീട് ഈ വാർത്തകൾക്ക് ശേഷമാണ് വീണ്ടും ഇവർ വരുന്നത്. വീണ്ടും അത് തന്നെ. അന്നേരം ഈ ഒരു അപകടം പറ്റി സാധാരണ അന്വേഷിക്കുമ്പോൾ എല്ലാവരും അന്വേഷിച്ചെന്നല്ലാണ്ട് പിന്നെ അതിനൊരു ഏപ്പും തുളിപ്പൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്രയും അന്നായി 6 മാസമായിട്ട് ഒരു ഇതും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചാനലിൽ കൊടുക്കാമെന്ന് അതെല്ലാവരും പറഞ്ഞിട്ട് ചാനലിൽ കൊടുത്തത്. ചാനൽ കൊടുത്തോണ്ട് മാത്രമാണ് ഈ കേസ് വിജയിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും ഈ കേസ് തെളിവില്ല. അയാൾ ഇത്രയും ദൂരെ പോയെന്ന് അങ്ങനത്തെ ഒരു എത്രയോ വാഹന അപകടം അങ്ങനെ തെളിയാണ്ട് കിടക്കുന്നത് അതുപോലെ ഇതുമാവും. പക്ഷേ നമ്മളെ പ്രാർത്ഥനയും ഈ ചാനൽ കൊടുത്തതിൻ്റെ ഒരു ഇത് മാത്രം കൊണ്ടാണ് ഈ കേസ് തെളിഞ്ഞത്. അതുകൊണ്ട് വളരെ നന്ദിയുണ്ട് എല്ലാവരോടും നമുക്ക് കുടുംബത്തിനും സന്തോഷമുണ്ട്. ഇപ്പോൾ അന്ന് വന്നപ്പോൾ നമുക്കൊരു വലിയ വിഷമമായിരുന്നു. പക്ഷേ ഇപ്പോഴും ആശ്വാസമുണ്ട്. അതിനൊരു ഫലം ഉണ്ടായല്ലോ, എങ്ങനെയായാലും വാഹനം കണ്ടെത്താൻ പറ്റിയല്ലോ എന്നുള്ളത്. ഗൗരവമായിട്ടില്ലെന്ന് ഗൗരവമാക്കി തോന്നിയിട്ടില്ല. ആദ്യം പോലീസുകാർ വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, പോലീസുകാർ ഫാൻ സ്ക്വാഡ് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. കുട്ടീനെ പൈസ ഇല്ലല്ലോ, കുട്ടീനെ ദയനീയ അവസ്ഥയില്ലല്ലോ. കുട്ടീനെ രക്ഷപ്പെടുത്തണം എങ്ങനെയെങ്കിലും. തലക്കും പറ്റിയിട്ടുണ്ട്. അവരെ നോക്കാണ്ട് വലിയ പൈസക്കാരെന്ന് ചോദിച്ചിട്ട് നോക്കാണ്ട് തിരിഞ്ഞു നോക്കാണ്ട് പോക്കാം. പോലീസുകാരും ഇത്ര വരെ ആയിട്ട് കുട്ടിക്ക് ഇത്രയും കാലം കഴിഞ്ഞൂലേ നമുക്കൊരു കേസ് തെളിയിക്കാൻ? അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ആ സമയത്തൊക്കെ CCTV ഉണ്ട്, അതൊക്കെ പരിശോധിച്ചാൽ മതി. അന്നേരം ഉണ്ടെന്ന് അവർ പറഞ്ഞു. അതിലെല്ലാം പരിശോധിച്ച് കാറിൻ്റെ നമ്പർ കിട്ടുന്നില്ല, അങ്ങനെയാണെന്ന് അവർ പറഞ്ഞത്. പക്ഷെ അതെല്ലാം വെറുതെ. അങ്ങനെ എത്ര ഹൈവേയിൽ അത്ര ഒരു CCTV ഉണ്ടാവും. പക്ഷെ അത് കുറച്ച് കാര്യമില്ല. അന്നേരം നമ്മളെ ഒരു ഇതാക്കി കഴിഞ്ഞു. നമ്മൾ സാധാരണക്കാരായി ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് അങ്ങനെ ഇതാക്കി കളഞ്ഞതാ. അല്ലാണ്ട് എന്ന് പോവും മോളെയും കൊണ്ട് തിങ്കളാഴ്ച ഇവിടുന്ന് ഡിസ്ചാർജ് ആവും. എത്ര ദിവസമായല്ലേ, എത്ര മാസങ്ങളായല്ലേ ഇവിടെ? മാസങ്ങളെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ വീട്ടിൽ മോളും ഒക്കെ ഒരിതുണ്ടാവുമല്ലോ, വീട്ടിലേക്ക് പോകുന്നൊരിത്. 11 മാസം എന്ന് പറഞ്ഞാൽ അത്രയും ദിവസം. അതുകൊണ്ട് വീട്ടിൽ പോയാൽ കുറച്ചൊരു ഇമ്പ്രൂവ്മെൻ്റ് ആവുന്ന എല്ലാ ഡോക്ടർമാരും പറഞ്ഞു. കുട്ടികളുടെ ഡോക്ടർ ആയാലും ന്യൂറോൻ്റെ ഡോക്ടർ ആയാലും ഇവിടെയുള്ള തെറാപ്പീൻ്റെ എല്ലാ ഡോക്ടറും പറഞ്ഞു. മോൾക്ക് ഇപ്പോൾ കുറച്ച് ഉഷാർ വെച്ചിട്ടുണ്ട്. പക്ഷേ ഓർമ്മ വീണിട്ടില്ല. അത് നമ്മളെ ഇനി ഇത് പരിചരണം പോലെ വീട്ടിൽ പോയാലും തെറാപ്പി ചെയ്തിട്ട് ഇതാക്കിയിട്ടു അവളെ പരിചരിച്ചിട്ട് ഇതാക്കിയിട്ട് അവൾ ശരിയാവുമെന്ന് പറഞ്ഞു. അത് സമയം എടുക്കും. അതിപ്പോൾ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളാവും. പക്ഷെ അത് സമയം ഇല്ല.
എനിക്ക് തോന്നുന്നു ഒരു സാമ്പത്തികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സമയം കൂടെ ഇനി ഈ ഒരു പണം ഇൻഷുറൻസ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടിയിരുന്നല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ചാനലിൽ കൊടുത്തോണ്ട് ചാനലിൽ നിന്ന് കുറേ ആൾ സഹായം ചെയ്തുകൊണ്ടായി അത്രയും ആ സഹായം കിട്ടുകൊണ്ട് നമ്മൾ ഇത്രയും വെറും പണിക്ക് പോകുന്നില്ല, ആങ്ങളെയും പണിക്ക് പോകുന്നില്ല, ആരും പണിക്ക് പോകാണ്ട് ഒരു ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ ആസ്പത്രി ചിലവ് നോക്കുകയാണെങ്കിൽ ഭക്ഷണം നല്ല ചെല്ലും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കൊടുക്കണം എന്ന് വെച്ചാൽ തീരെ ശരീരം മൊത്തം ക്ഷീണിച്ചു പോയില്ലേ, കൈ ചില്ല് പോലെ ആയിപ്പോയി കൈയും കാലും. അപ്പോൾ അതുകൊണ്ട് പ്രോട്ടീൻ അടങ്ങിയ എല്ലാ ഭക്ഷണം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിന് വലിയ പൈസ വേണ്ടേ. അപ്പോൾ ദിവസമൊക്കെ ആഴ്ചക്ക് ഒരു 1500 പ്രോട്ടീൻ പൗഡർ അത് ആഴ്ചയിലേ എത്തുന്നുള്ളൂ. അത് തന്നെ ഒരു ഡപ്പ വാങ്ങിക്കഴിഞ്ഞാൽ അത് തീർന്ന ഒരാഴ്ച നമുക്ക് പിന്നെയും വാങ്ങണം. അതിനിപ്പോൾ എത്ര ഡപ്പ വാങ്ങി നമ്മളെപ്പോൾ താങ്ങാൻ കഴിയില്ല. അപ്പോൾ ആ എത്ര ആൾ ആ പൈസ ഇൻഷുറിൽ വന്ന് എൻ്റെ അക്കൗണ്ടിൽ വന്ന പൈസ കൊണ്ട് ഇത്ര നാൾ നമ്മൾ കഴിഞ്ഞത്. അതുകൊണ്ട് ചാനൽ കൊടുത്തത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ നമുക്കിതൊന്നും കിട്ടൂല. ഇനിയിപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം പഴയ പോലെ അവൾ നല്ല നൃത്തമൊക്കെ കളിച്ച് വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ആ ഒരു പ്രതീക്ഷ ദൈവത്തിൻ്റെ, എന്തായാലും ദൈവം ഇത്രത്തോളം ആക്കി തന്നില്ല, ദൈവം കൈവിടില്ല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എൻ്റെ മോള് എന്തായാലും എണീച്ച് വരും, ആദ്യത്തെ പോലെ തന്നെ ആവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ ഈ ഒരു അമ്മ മനസ്സ് കരയുകയായിരുന്നു. അമ്മയും അച്ഛനുമാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വാഹനം കണ്ടെത്തിയതോടുകൂടെ തന്നെ അവർക്ക് വലിയ ആശ്വാസമുണ്ട്. തൃഷാന തിങ്കളാഴ്ച വീട്ടിലേക്ക് പോകും. അവളുടെ പഴയ പോലെ തന്നെ വളരെ സ്മാർട്ടായിട്ട് അവൾ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഇനിയിപ്പോൾ ഇൻഷുറൻസൊക്കെ കിട്ടുന്നതോടുകൂടെ തന്നെ സാമ്പത്തിക പ്രയാസം കൂടെ, വലിയ ചികിത്സയിൽ സാമ്പത്തിക പ്രയാസം ഇവർ നേരിട്ടൊരു സമയം കൂടിയാണ് കടന്നുപോയത്. എന്തായാലും ആ ഒരു ആശ്വാസം കൂടിയാണ് അമ്മ പങ്കുവയ്ക്കുന്നത്. ധന്യ. ശരി, ഷിത.